അതിന്റെ 2-ാം വാക്യം. 2 കൊരിന്ത്യർ 11-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം. പൗലോസ് ശ്ലീഹ കൊരിന്ത്യരോട് ഇങ്ങനെ വിളിച്ചു പറയുകയാണ്: ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൽ എരിവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. പൗലോസിന് വലിയൊരു എരിവുണ്ടെന്ന്. വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവത്തിന്റെ സാക്ഷ്യം പ്രാപിച്ചവന്റെ ഹൃദയം എപ്പോഴും ദൈവത്തെ അറിയാതെ ജീവിക്കുന്നതിനെ പറ്റി എരിവുള്ള ഒരവസ്ഥയിലാണ്. കഴിഞ്ഞ കാലങ്ങളിൽ യഹൂദന്റെ വികാരങ്ങളും വിചാരങ്ങളും വിശ്വാസങ്ങളും ആടുകളും നിലനിർത്തിക്കൊണ്ട് യാത്ര ചെയ്ത ഈ പൗലോസ് ദമസ്കോസിന്റെ ആഴമേറിയ ദൈവവിളിയുടെ പൂർണ്ണതയിൽ നിന്നുകൊണ്ട് കർത്താവിനെ തിരിച്ചറിഞ്ഞ് ആരാധിക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോ ക്രിസ്തുവിനെ രക്ഷയുടെ കർത്താവും ജീവിതത്തിന്റെ തേരാളിയും താൻ നടന്നു പോകുന്ന പാതയുടെ കൂട്ടാളിയുമായിട്ടൊക്കെ പൗലോസ് ജീവിതത്തിൽ ചേർത്ത് നിർത്തുമ്പോൾ കൊരിന്ത്യരെ യേശുവിന് വേണ്ടി ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന പൗലോസ് പറയുകയാണ്: എനിക്ക് കർത്താവിൽ നിങ്ങളെപ്പറ്റി വളരെ എരിവുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതും അതാണ്. ഒരു എരിവുള്ള അനുഭവം. ജീവിതത്തിൽ ചെറുതും വലുതുമായ വഴിത്താരകളിൽ നാം പോലും പ്രതീക്ഷിക്കാത്ത ഒത്തിരി സഹനബാധകൾ നമ്മിൽ അഭിമുഖീകരിക്കുവാൻ ഇടവരുമ്പോൾ ക്രിസ്തുവിൽ എരിവുള്ളവരായിരുന്നാൽ ക്രിസ്തു എന്ന ഏക പുരുഷന് നിർമ്മല കന്യകയായി രൂപാന്തരപ്പെടുവാൻ, അല്ലെങ്കിൽ നിർമ്മല കന്യകയായി വിവാഹം നിശ്ചയിക്കപ്പെടുവാൻ തക്കവണ്ണം കൊരിന്ത്യരെ സഭയില് പൗലോസ് വളരെ ശക്തമായി പറയുകയാണ്. നിർമ്മല കന്യക എന്നൊക്കെ പറഞ്ഞാൽ ലോകപരമായിരിക്കുന്നതായ സാഹചര്യങ്ങളിലെല്ലാം ഒരു വീണ്ടെടുപ്പുകാരന്റെ ആഴമേറിയ അനുഭവങ്ങളെ നിലനിർത്തിക്കൊണ്ട് ലോകത്തിന്റെ ഏതെല്ലാം സുഖസൗകര്യങ്ങളും സുഖഭോഗങ്ങളും ജീവിത സാഹചര്യങ്ങളൊക്കെ ലഭിക്കാൻ ഇടവന്നാലും തന്നെ വീണ്ടെടുത്തന്റെ വീണ്ടെടുപ്പുകാരനെന്ന ആ അനുഭവത്തിലേക്ക് നിർമ്മല കന്യക പോലെ ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം സഭയ്ക്കാകണമെന്ന് പൗലോസ് പറയുകയാണ്. പൗലോസ് വീണ്ടും പറയുകയാണ്: ഈ എരിവുള്ളവരായിരിക്കണം. നിന്റെ ആലയത്തെ പറ്റിയുള്ള എരിവ് എന്നെ തിന്നുകളഞ്ഞെന്നൊക്കെ ദീർഘദർശി സഭയോടും ലോകത്തോടും വിളിച്ചു പറയുമ്പോൾ നാം തന്നെയാണ് ആലയമെന്നും നമ്മളിൽ ദൈവം വസിക്കുന്നുവെന്നും ആയതുകൊണ്ട് ആ ദൈവത്തെ വേദനിപ്പിക്കുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകരുതെന്നൊക്കെ സഭ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സങ്കീർത്തന പുസ്തകം 119-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം ഇങ്ങനെയാണ്: ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സമാഹരിക്കുന്നു. പാപം ചെയ്യാതിരിപ്പാൻ വചനമുള്ളിൽ നിറയണമെന്ന്. ഈ വചന കേൾവിയുടെ അനുഭവത്തിൽ ഈ പന്തലിന്റെ കീഴിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഴമേറിയതായിരിക്കുന്ന അറിവുകളെ പ്രാപിപ്പാൻ തക്കവണ്ണം ഈ വചനം രൂപിയായി ഇറങ്ങി വന്ന് ക്രിസ്തുവെന്ന ആ ഏക മണവാളന് പൂർണ്ണമായ നിർമ്മല കന്യക പോലെ രൂപാന്തരപ്പെടുവാൻ ഇന്ന് ഈ രാത്രികാലം കാരണമാകണം. എനിക്ക് പാപത്തോടുള്ള വിടുതലും ദൈവത്തോടുള്ളതായ സാമീപ്യവും പ്രാപിപ്പാൻ ദൈവത്തിന്റെ അനുരൂപിയായ പരിശുദ്ധാത്മാവെ ഇറങ്ങി വന്ന് എന്നിൽ ക്രിയ ചെയ്യണമെന്ന് പറയണം. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ വചനം പറയുക 30, 60, 100 മേനി ഫലം കായ്ച്ച അനുഭവത്തിൽ നിനക്ക് ആവശ്യമായിരിക്കുന്നതൊക്കെ നിറച്ചു തരുന്ന സ്വർഗത്തിലെ ദൈവത്തിന്റെ മകനും മകളുമായി വീണ്ടെടുക്കപ്പെട്ടവനായി, വിളിച്ച് വേർതിരിക്കപ്പെട്ടവനായി, ആഴമേറിയ ആത്മീയ അനുഭവങ്ങളിലേക്ക് കടന്നെല്ലുവാൻ തക്കവണ്ണം ശക്തി പ്രാപിച്ചവനായി, ജീവിതത്തിന്റെ ചെറുതും വലുതുമായ ഏത് പ്രശ്നങ്ങളുടെ മുമ്പിലും ഏത് സന്തോഷങ്ങളുടെ മുമ്പിലും അടിപതറാതെ, നിഗളിച്ചു പോകാതെ, അഹങ്കരിച്ചു പോകാതെ, അഹന്തയോടെ സംസാരിക്കാതെ, വിനയമുള്ളവരായി, താഴ്മയുള്ളവരായി, സഹിഷ്ണുതയുള്ളവരായി, സ്നേഹമുള്ളവരായി, ദയ നിറഞ്ഞവരായി, ദീർഘവീക്ഷണമുള്ളവരായി പരസ്പരം ഉൾക്കൊണ്ട് മുന്നോട്ട് മുന്നേറുവാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ടാണല്ലോ പത്രോസും പൗലോസും തമ്മിൽ ചെറുതായിരിക്കുന്ന ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായെങ്കിലും വചനത്തിന്റെ ആഴതകൾ അവരെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട്, അത് അഗ്രചർമ്മി ആയിരുന്നവന് വീണ്ടും അഗ്രചർമ്മത്തിന്റെ ആവശ്യം വീണ്ടും ഇല്ലെന്ന്, അല്ലെങ്കിൽ ക്രിസ്തുമതത്തിലേക്ക് വന്നവന് വീണ്ടും അഗ്രചർമ്മത്തിന്റെ ആവശ്യമില്ലെന്നും അവൻ ആത്മാവിൽ ജനിച്ചാൽ മതി എന്നൊക്കെയുള്ളതായ ധാരണയിലേക്ക് വരാൻ കാരണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവർക്ക് അവർക്ക് ആവശ്യമായിരിക്കുന്ന ആലോചനകളെ കൊടുത്ത് അതുകൊണ്ട് പരസ്പരം ഉൾക്കൊള്ളുവാൻ, പരസ്പരം സ്നേഹിക്കുവാൻ, ചെറുതും വലുതുമായിരിക്കുന്ന ഏതൊരവസ്ഥയിലും ദൈവത്തെ മുഖാമുഖം നിർത്തി യാത്ര ചെയ്യുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് വചനത്തെ പ്രതി എരിവ് വേണം, ആലയത്തെ പ്രതി എരിവ് വേണം,
ദൈവവുമായിട്ട് നിലനിന്നു പോകാനുള്ളതായ ആത്മീയ ഉൾക്കാഴ്ചയിൽ കർത്താവിനോട് ചേർന്ന് നിൽക്കുവാൻ, കറപറ്റാത്ത ഒരു ക്രിസ്തീയ ജീവിതത്തിന്റെ വലിയൊരു അനുഭവം പ്രാപിപ്പാൻ തക്കവണ്ണം ഈ ദിവസം ഈ കൂട്ടായ്മയുടെ അനുഭവത്തില് ഈ 90ാമത് നമ്മുടെ സുവിശേഷത്തിന്റെ ആഴമേറിയ വചനകേൾവിയുടെ പന്തലിന്റെ കീഴിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഓളം വെട്ടിച്ച് നിർജീവമായിരിക്കുന്ന എന്റെയും നിങ്ങളുടെയും ജീവിതാനുഭവത്തെ ശക്തിയായി പരിശുദ്ധാത്മാവിൽ എരിഞ്ഞ് പൂർണ്ണമാകുവാൻ തക്കവണ്ണമുള്ള എല്ലാവിധമായ അത്ഭുതകരമായ ഇടപെടലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളിൽ എരിവുള്ള ഒരു മനസ്സ് ക്രിസ്തുവിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ആമുഖ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ എന്നോട് പറഞ്ഞത് എല്ലാവരെയും സ്വാഗതം ചെയ്യണമെന്നാണ്. ആരെയാണ് ഇനി സ്വാഗതം ചെയ്യേണ്ടത് എന്ന് എനിക്കറിയില്ല. നമുക്കറിയാം, ഇന്നത്തെ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട ജേക്കബ് മഞ്ഞളി അച്ഛനാണ്. ശാലോം ടിവിയിൽ നിറഞ്ഞു നിൽക്കുന്ന അച്ഛൻ കഴിഞ്ഞ വർഷം നമ്മുടെ ഇടയിൽ കടന്നു വന്ന് ദൈവത്തിന്റെ തിരുവചനങ്ങൾ മാറ്റമില്ലാത്തതായി ദൈവത്തിന്റെ സ്നേഹത്തെ പ്രതി വളരെ കാര്യമായി ശക്തമായി നമ്മോട് പറഞ്ഞു. കണ്ടാൽ മെല്ലിച്ചിരിക്കും, മുഖത്ത് നോക്കിയാൽ ഒരു 45 വയസ്സ് തോന്നും, പക്ഷെ ആളെ കണ്ടാൽ ഒരു 65 വയസ്സിന്റെ ഗമയുണ്ട്. പക്ഷെ വാക്ക് കേട്ടാൽ ഇത്ര ആഴമേറിയ മർമ്മങ്ങളും രസങ്ങളും നിറഞ്ഞ ദൈവത്തിന്റെ തിരുവചനത്തിന്റെ ആഴതകളുടെ മർമ്മങ്ങൾ പറയാൻ കഴിയുന്ന ഈ ശ്രേഷ്ഠ പുരോഹിതനെ ഈ ഇടവയ്ക്ക് വേണ്ടി, ബഹുമാനപ്പെട്ട വികാരിക്ക് വേണ്ടി, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ മുൻ വികാരി വളരെ സ്നേഹം നിറഞ്ഞ വീണമാലിലച്ഛൻ, വളരെ തീക്ഷ്ണമായ ദൈവാരാധനയുടെ ആഴതയുള്ള അച്ഛനാണ്. നിങ്ങൾക്കും എനിക്കും അതറിയാം. അതുകൊണ്ട് തന്നെ അച്ഛന്റെ ഓരോ ക്രമങ്ങളും പ്രാർത്ഥനകളൊക്കെ എന്നിൽ നിങ്ങളിൽ ഒത്തിരി ആത്മീയ ഉണർവ് പ്രാപിച്ചു തരുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. ഈ പള്ളിപണിയുടെ ക്രമീകരണങ്ങളിലൊക്കെ അച്ഛന്റെ പ്രവർത്തനങ്ങൾ എനിക്കും നിങ്ങൾക്കും അറിയാം. ഓരോ കാര്യങ്ങളും അച്ഛൻ പറഞ്ഞത് നിങ്ങൾക്കറിയാമല്ലോ. ചെറുതും വലുതുമായ നിങ്ങളുടെ പണികളിൽ ബാക്കി വെച്ചിരിക്കുന്ന മരങ്ങളോ ഉരുപ്പിടികളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടുവരണം. നിങ്ങളുടെ സ്നേഹം ഇവിടെ ആവശ്യമാണ്, നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ്, നിങ്ങളുടെ കൂട്ടായ്മ ആവശ്യമാണ്. എല്ലാം മറന്ന് ആലയത്തെ സ്നേഹിക്കണം, അതിന്റെ പണി പൂർത്തിയാക്കണമെന്നൊക്കെ ഓരോ ആരാധനയിൽ അച്ഛൻ പറഞ്ഞപ്പോൾ നമ്മളതൊക്കെയും ചെയ്തവരാ. എങ്ങനെ പെട്ടെന്നൊക്കെ അച്ഛൻ മാറിപ്പോകുമ്പോൾ ഒത്തിരി നഷ്ടങ്ങൾ മനസ്സിൽ തോന്നിയെങ്കിലും ഇന്നും അച്ഛൻ വളരെ സന്തോഷത്തോടെ നമ്മുടെ സ്റ്റേജിലിരിക്കുന്നു. ഈ അച്ഛനെ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, വികാരിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. വികാരി അച്ഛനെ സ്വാഗതം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അച്ഛനാണ് ഔദ്യോഗികമായി എല്ലാ കാര്യം ചെയ്യേണ്ടത്. അച്ഛൻ നമ്മുടെ ഇപ്പോൾ എല്ലാമായി പ്രവർത്തിക്കുന്നു. അച്ഛന് നിങ്ങൾ പ്രാർത്ഥനയുടെ സഹകരണം, വചനങ്ങളുടെ സഹകരണം, ഇടവകയുടെ വളർച്ചയ്ക്കുള്ള സഹകരണങ്ങൾ ചെയ്യണം. കടന്നു വന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തിട്ട് ഞാൻ എൻ്റെ വാക്കുകൾ സ്മരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. വലിയ ഭംഗിയായിട്ട് ചിരിക്കാൻ വികാരി അച്ഛൻ അറിയില്ല. പക്ഷെ എന്നാലും അച്ഛൻ ചിരിച്ചുകൊണ്ട് പറയാം, ഇപ്പൊ നിങ്ങൾ ഇരുന്നിട്ട് നോക്കിയേ, നിങ്ങളുടെ മുമ്പിൽ ആരുടെ അടുത്ത് കാലി കസേരകളുണ്ടെന്ന്. എല്ലാവരും അനുസരിക്കുന്നവരായിരുന്നു. ഇപ്പൊ എന്തു പറ്റി? 2 ദിവസം വചനം കേട്ടതോടുകൂടെ അനുസരണം പോയി. ഇന്നലെ അബ്രാഹാം അനുസരണത്തിന്റെ കിണർ കുഴിച്ചു, സമർപ്പണത്തിന്റെ കിണർ കുഴിച്ചു, പ്രാർത്ഥനയുടെ കിണർ കുഴിച്ചു. ഇങ്ങനെ വചനങ്ങളെല്ലാം കേട്ടിട്ടും ഒരു പാവ അച്ഛൻ ഇവിടെ ഇരുന്ന് പുറത്ത് ആളുകൾ ഇടം കിട്ടാതെ നിലത്തും വരാന്തയിലും ഇരിക്കുന്നു. നിങ്ങള് ഒഴിവുള്ള കസേരകൾ മുമ്പിലുണ്ടെങ്കിൽ എഴുന്നേറ്റേ ദൈവമക്കള്, എല്ലാവരും എഴുന്നേറ്റ്. എന്നിട്ട് അച്ഛൻ പറഞ്ഞ അനുസരിച്ച് ഇങ്ങോട്ട് കയറി വന്നേ. ഇവരൊക്കെ കടന്നിരുന്നേ ആ കൊച്ചുങ്ങളൊക്കെ. അച്ഛൻ പറയുന്നത് ദൈവജനത്തോടാണ്. ദൈവജനം അനുസരിക്കുന്നവരാണ്. അച്ഛൻ പറയുന്നത് ദൈവത്തിന്റെ മക്കളോടാണ്, അവരനുസരിക്കുന്നവരാണ്. അതുകൊണ്ട് പിറകിലുള്ളവർക്ക് കൂടെ ഇരിക്കുന്നതിന് സൗകര്യമായി മുമ്പിൽ ഒഴിഞ്ഞു കിടക്കുന്ന കസേരയിലേക്ക് കടന്നിരിക്കണം. ഇപ്പോൾ ഗായക സംഘം 4 ലയൻ പാട്ടുപാടും. ഗായക സംഘത്തോട് ചേർന്ന് നമുക്കും പാടാം. ബഹുമാനപ്പെട്ട ജേക്കബ് അച്ഛൻ എത്തിച്ചേർന്നിട്ടുണ്ട്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന്റെ നാവിലൂടെ നൽകുന്ന വചനത്തെ ഉൾക്കൊണ്ട് നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ഇരുതല വായ്ത്തലയുള്ള ദൈവത്തിന്റെ വചനം
നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറക്കുവാൻ തക്കവണ്ണം കല്ലുപോലുള്ള എല്ലാ ഉള്ളങ്ങളെയും മെഴുകുപോലെ ഉരുക്കി ദൈവത്തിൻ്റെ തേജസ് ഒരു മാരിയായി പെയ്തിറങ്ങുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ പാടാം. 58-ാമത്തെ ഗാനം, ആത്മസന്തോഷം കൊണ്ട് ആനന്ദിപ്പാൻ ഇന്ന് ആത്മമാരി കൊണ്ട് നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ഇന്നാത്മാരി കൊണ്ടു നിറയ്ക്കണമേ. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ്സിന്നിവിടെ പ്രകാശിക്ക വേണം വെളിച്ചമായി. പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. പാപത്തിന്റെ എല്ലാ അന്ധകാരവും എല്ലാ ഉള്ളത്തിൽ നിന്നും നീങ്ങിപ്പോകട്ടെ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാലിന്നു നടത്തണമേ. സ്വർഗസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മശക്തിയാലിന്നു നടത്തണമേ. പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും മെഴുകുപോലിന്ന് ഉരുക്കണമേ. പോലുള്ള എല്ലാ ഉള്ളങ്ങളെയും മെഴുകുപോലിന്ന് ഉരുക്കണമേ. ആത്മനിലങ്ങളെ ഒരുക്കിടുവാൻ സ്വർഗ്ഗസിയോനിലെ വിത്തുവിതപ്പാൻ. ആത്മനിലങ്ങളെ ഒരുക്കിടുവാൻ സ്വർഗ്ഗസിയോനിലെ വിത്തുവിതപ്പാൻ. നല്ലവണ്ണമാകൂ ഫലം കൊടുപ്പാൻ ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ. നല്ലവണ്ണമാകൂ ഫലം കൊടുപ്പാൻ ആത്മതുള്ളി കൊണ്ടു നനയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോ. മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ രക്ഷകനാമേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ നല്ല ദൈവമേ, നിന്റെ പരിശുദ്ധ നാമം എന്നും എല്ലായിടത്തും മഹത്വപ്പെടട്ടെ. പിതാവേ, നിന്റെ തിരുപുത്രനിലൂടെ നീ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും വാത്സല്യത്തിനും നിറഞ്ഞ കാരുണ്യത്തിനും സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവേ, സജീവനായ ദൈവത്തിൻ്റെ പുത്ര, അവിടുത്തെ തിരുരക്തവും തിരുശരീരവും വിലയായി കൊടുത്ത് അവിടുന്ന് നേടിയെടുത്ത പാപികളും ബലഹീനരുമായ നിന്റെ പ്രിയപ്പെട്ടവരോട് കരുണയായിരിക്കണമേ. നിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ, ജീവിതത്തിൽ പകർത്താൻ, നിന്റെ സ്വർഗരാജ്യത്തിന് അവകാശികളായി കഴിപ്പാൻ ഞങ്ങളെല്ലാവരെയും നീ അനുഗ്രഹിക്കണേ. ഞങ്ങൾക്ക് ആവശ്യമുള്ളതെന്തെന്ന് ഞങ്ങളെക്കാൾ നന്നായി അറിയുന്ന കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിനും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ആവശ്യമായതൊക്കെ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ. ഞങ്ങളുടെ സന്തോഷങ്ങളെ അങ്ങ് വിശുദ്ധീകരിക്കണേ.
ഞങ്ങളുടെ സങ്കടങ്ങളിൽ ആശ്വാസമാകണേ. ഞങ്ങളുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കണേ. അവിടുത്തെ ശാന്തിയും സമാധാനവും ആവോളം അനുഭവിക്കാൻ ഞങ്ങളെ അനുവദിക്കണമേ. കർത്താവായ ദൈവമേ, അവിടുത്തെ തിരുനാമത്തിന് അവിടുത്തെ തിരുപുത്രനിലൂടെ എന്നും എക്കാലത്തും മഹത്വം ഉണ്ടാവട്ടെ. പരിശുദ്ധ റൂഹായെ ഞങ്ങളെ കത്തിജ്വലിപ്പിക്കണമേ. അവിടുത്തെ ദിവ്യ സാന്നിധ്യം ഞങ്ങളുടെ ആത്മാക്കളെ തീപിടിപ്പിക്കട്ടെ. കർത്താവിന് വേണ്ടി ജീവിക്കാൻ, എല്ലായിടത്തും അവിടത്തേക്ക് സാക്ഷികളാകാൻ, ജീവിതം കൊണ്ട് അവിടുത്തെ സ്നേഹത്തിൻ്റെ കഥ പറയാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. അമ്മ മാതാവേ, അമ്മ ഞങ്ങൾക്ക് മധ്യസ്ഥയായിരിക്കണേ. സകല വിശുദ്ധാത്മാക്കളെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ആമേൻ. യേശു കർത്താവിലും അവിടുത്തെ വത്സല മാതാവിലും സ്നേഹബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കൊച്ചുമക്കളെ, വളരെയേറെ സന്തോഷമുണ്ട് ഈ വർഷവും ഇവിടെ വരാൻ സാധിച്ചതിൽ. കർത്താവിൻ്റെ വചനത്തിന് കാതോർക്കുന്ന ഈ നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വലിയൊരു പദ്ധതിയുടെ ഭാഗമായി നമ്മൾ കണക്കാക്കണം. കർത്താവിൻ്റെ വചനം എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെട്ടാലല്ലാതെ ആർക്കും എൻ്റെ അടുത്ത് വരാൻ പറ്റില്ല. ദൈവത്തിൻ്റെ വചനം കേൾക്കാനും ദൈവിക കാര്യങ്ങൾ ധ്യാനിക്കാനും അല്പസമയം തമ്പുരാനോട് കൂടെ ആയിരിക്കാനും നമുക്കാവുന്നുണ്ട് എന്നുള്ളത് തന്നെ ദൈവം നമ്മെ സ്നേഹിക്കുന്നുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. ഈശോ പറഞ്ഞല്ലോ, അനേകർ നിങ്ങൾ കാണുന്നത് കാണാൻ ആഗ്രഹിച്ചു, കണ്ടില്ല. അനേകർ നിങ്ങൾ കേൾക്കുന്നത് കേൾക്കാൻ ആഗ്രഹിച്ചു, കേട്ടില്ല. നിങ്ങൾ കാണുന്ന കണ്ണുകൾ ഭാഗ്യമുള്ളവ, നിങ്ങൾ കേൾക്കുന്ന ചെവികൾ ഭാഗ്യമുള്ളവ. എൻ്റെ നാമത്തിൽ പിശാചുക്കൾ പോലും നിങ്ങൾക്ക് കീഴ്പ്പെടുന്നു എന്നോർത്ത് അഹങ്കരിക്കണ്ട. പിന്നെ എന്തിനോർത്ത് അഭിമാനിക്കണമെന്ന് കർത്താവ് പറയുന്നുണ്ട്. നിങ്ങളുടെ പേരുകൾ ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടു എന്നതിലെ ഓർത്ത് ആനന്ദിക്കുവിൻ. ഒന്ന് മാത്രമേ ആവശ്യമുള്ളൂ, മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തു. ജീവിതത്തെ സാർത്ഥകമാക്കുന്നത്, ജീവിതത്തെ ധന്യമാക്കുന്നത് സമ്പത്തോ സുഖസൗകര്യങ്ങളോ സ്നേഹിതന്മാരുടെ സമൃദ്ധിയോ സമൂഹത്തിലുള്ള വിലയും നിലയുമോ ആരോഗ്യമോ ഒന്നുമല്ല. നിന്റെ കൂടെ എത്രമാത്രം കർത്താവുണ്ട്, അവൻ്റെ സമാധാനവും സന്തോഷവും എത്രമാത്രം നിനക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് എന്നതാണ് പരമപ്രധാനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിൻ്റെ വഴിയെ നടക്കുന്നവർക്ക്, അവിടുത്തെ അനുസരിക്കാൻ താല്പര്യമുള്ളവർക്ക് ദൈവാനുഗ്രഹം സമീപസ്ഥമാണ്. ബഹുമാനപ്പെട്ട അച്ഛൻ, ഞാൻ അവിടെ നിന്ന് നടന്നു വരുമ്പോൾ അല്പം ഗൗരവത്തിൽ തന്നെ പറയണത് ഞാൻ കേട്ടു, അനുസരിക്കണമെന്ന്. അച്ഛൻ ഗൗരവത്തിൽ പറഞ്ഞില്ലെങ്കിലും മുഖം കണ്ടാൽ നല്ല ഗൗരവമാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഒച്ച അല്പം കൂടി കനപ്പിച്ച് കഴിഞ്ഞപ്പോൾ സംഗതി ക്ലിക്കായി, കസേരകളൊക്കെ വേഗം നിറഞ്ഞു. അച്ഛൻ പറയണ കേട്ടു അനുസരണത്തെക്കുറിച്ച്. മനോഹരമായ ഒരു പാട്ട്. എൻ്റെ ഇടയിൽ എനിക്ക് പേടിയുണ്ട്, കഴിഞ്ഞാണോ വന്നപ്പോൾ എന്താ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ ആശ്വാസം. ഞങ്ങൾക്ക് അച്ഛന്മാർക്ക് അങ്ങനെ ഒരു വലിയ കൃപയുണ്ട്. കാലത്ത് പറയണത് ഉച്ചയാവുമ്പോഴേക്കും കേട്ടവർ മറക്കും. ധൈര്യമായിട്ട് എന്തു വേണമെങ്കിലും പറയാം.
എന്തെങ്കിലും തരത്തിൽ ആവർത്തനമായ എന്നോട് ക്ഷമിക്കണം കേട്ടോ. ബഹുമാനപ്പെട്ട അച്ഛൻ എന്നെ വഴക്ക് പറയായിരുന്നു. ഈയിടെയായിട്ട് ശാലോമിലൊന്നും കാണണില്ല. ഭാഗ്യം ആരും ആത്മക്കാർക്കുള്ള മരിച്ചവർക്കുള്ള കുർബാനയൊന്നും ചൊല്ലാത്തത്. ഇപ്പൊ ആളെ കാണാനില്ലെന്നാണ് കേൾക്കണത്. മടിയാണ് പ്രധാന പ്രശ്നം. അച്ഛനാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ചില നേരത്തൊക്കെ ഭയങ്കര മടി വരും, അലസത വരും. ഈ പിള്ളേര് കേൾക്കിയതൊക്കെ പറയാൻ പേടിയാ. അവര് നാളെ നിങ്ങൾ പഠിക്കാൻ പറയുമ്പോൾ അവര് പറയും അച്ഛൻ പറഞ്ഞല്ലോ അച്ഛന് മടിയുണ്ടെന്ന്, പിന്നെ എന്നെ പറയണ എന്തിനാന്നൊക്കെ പറയും. അങ്ങനെയല്ല, ചെറിയ മടിയൊക്കെ ഉണ്ട്. ശാലോമിലൊക്കെ പ്രസംഗങ്ങൾ വളരെ കുറഞ്ഞു. ഇനി നന്നാവണം. ഞാൻ പിതാവിനോട് പറഞ്ഞ് ട്രാൻസ്ഫറൊക്കെ റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കാണ്. എവിടെയെങ്കിലുമൊക്കെ പോകണം. കഴിഞ്ഞ ദിവസം ഒരു സംഗതി അച്ഛൻ്റെ മനസ്സിലേക്ക് വന്നു. മനോഹരമായ ഒരു കാര്യം. വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടെ കൂടെ നമ്മൾ വായിക്കുകയും അറിയുകയും ചെയ്യുന്ന ഒരു വചനം. ചിലയിടത്തൊക്കെ അത് പറഞ്ഞു കേട്ടോ. ഞാൻ അബ്രാഹത്തിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം, അങ്ങനൊരു കൺസെപ്റ്റ്, ഒരാശയം ദൈവത്തെക്കുറിച്ച് സത്യവേദ പുസ്തകത്തിലുണ്ട്. ഐ എം ഗോഡ് ഓഫ് ഏബ്രഹാം, ഗോഡ് ഓഫ് ഐസക് ആൻഡ് ഗോഡ് ഓഫ് ജേക്കബ്. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും തമ്പുരാൻ. വിശുദ്ധ കുർബാനയുടെ മധ്യത്തിൽ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലാറുണ്ട്. ഞാൻ സാധാരണ അർപ്പിക്കുന്ന ബലിയിലെ കഥയാണ് എനിക്ക് പറയാൻ എളുപ്പം. അതിനകത്ത് ഈ വാചകമുണ്ട്. എല്ലാ കുർബാനകളിലും അത് കാണണം, ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഞങ്ങളുടേതിലെ പ്രാർത്ഥന എങ്ങനെയാ? നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. അപ്പൊ സമൂഹത്തിന്റെ ഒരു റെസ്പോൺസ് ഉണ്ട്. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, ആരാധ്യനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക്. ബലി അർപ്പിക്കുന്നത് ഈ ദൈവത്തിനാണ്. അബ്രാഹത്തിന്റെ ദൈവം, ഇസഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. വ്യക്തമായ ആശീർവാദ പ്രാർത്ഥനകളുണ്ട്. വിവാഹമെന്ന കൂദാശ പരികർമ്മം ചെയ്യുമ്പോൾ വിവാഹത്തിന്റെ റൂബ്രിക്സ്, അതിൻ്റെ അകത്ത് ഈ ചെറുക്കനോടും പെണ്ണിനോടും സമ്മതം ചോദിക്കുന്ന ഒരു രംഗമുണ്ട്. വികാരി അച്ഛൻ ചോദിക്കും, മോനെ ഈ നിൽക്കുന്ന സാധനത്തിനെ ഏറ്റേക്കാവോ കെട്ടിയോളായിട്ട്? വേറെ ആർക്കും താല്പര്യമില്ലാത്തതുകൊണ്ടാണ് നിന്നോട് ചോദിക്കണേ. അവൻ പറയും ഓക്കെ അച്ചു, ഞാൻ ഏറ്റു. അത് കഴിയുമ്പോൾ അവളോട് ചോദിക്കും, മോളെ ഇത് തന്നെ മതിയാ? അപ്പൊ അവളും പറയും ഓക്കെ അച്ഛാ. അപ്പൊ അച്ഛൻ അപ്പുറത്ത് ഇപ്പുറത്ത് നിൽക്കണ രണ്ട് സാക്ഷികളോട് ചോദിക്കും, ഈ പറഞ്ഞത് കേട്ടോ? അപ്പൊ അവര് കേട്ടാലും കേട്ടില്ലെങ്കിലും പറയും ഇതെങ്ങനെയെങ്കിലും കൂട്ടി കയറട്ടെ എന്നാണ് എല്ലാവരുടെയും ചിന്ത. അവര് പറയും കേട്ടു. അപ്പൊ അച്ഛൻ പറയും കൈ കോർത്ത് പിടിക്കാൻ പറയും. അപ്പൊ കരങ്ങളിങ്ങനെ കോർത്ത് പിടിക്കുന്ന സമയത്ത് ഈ സീറോ മലബാർ റൈറ്റില് ആശീർവാദം കൊടുക്കും ഞാൻ. എനിക്കത് കൊടുക്കാൻ വലിയ ത്രില്ല. എന്തായാലും ഇവന്റെ കാര്യം കട്ടപ്പുറത്തായില്ലോ, ഞാൻ അത് കാരണം വളരെ ആഘോഷമായിട്ട് കൊടുക്കും. പ്രാർത്ഥന ഇങ്ങനെയാ, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വിവാഹത്താൽ നിങ്ങളെ ബന്ധിക്കുകയും സ്വർഗീയ വരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. ആമീൻ. അത്രേ ഉള്ളൂ. പിന്നെ ഈ ആശീർവാദം കൊടുക്കണ അച്ഛൻ പുറകോട്ട് മറിഞ്ഞു വീണ് തട്ടിപ്പോയാലും കെട്ടിയതാ, പരിപാടി അതോടുകൂടെ തീർന്നു. വേറെ ഒന്നും നടന്നില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതാണ് ആശീർവാദം. അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരാശയമാണ് ഈ പ്രാർത്ഥനയിലൂടെ സഭ കൈമാറുക. എൻ്റെ ദൈവം അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. ഒരു പാട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അബ്രാഹത്തിൻ ദൈവമാണ് എൻ്റെ ഇടയൻ. കേട്ടിട്ടുണ്ടാവും.
അബ്രാഹത്തിൻ ദൈവം, എനിക്ക് പാട്ടുപാടാൻ അത്ര വകുപ്പില്ല, എന്നാലും നല്ല സൗണ്ട് സിസ്റ്റം ഒക്കെ കേൾക്കുമ്പോൾ പാടണമെന്ന് തോന്നും. അത് ഏതാൾക്കും തോന്നണ ഒരു തോന്നലാണ്. നല്ല സൗണ്ടൊക്കെ ഉണ്ടെങ്കിൽ ആർക്കും പാട്ടുപാടാം. പാട്ടറിയണമെന്നൊന്നുമില്ല. ഞാൻ ഒന്ന് പാടിക്കോട്ടെ, നിങ്ങളാരും ഓടരുത് കേട്ടോ മക്കളെ. അബ്രാഹത്തിന്റെ ദൈവമാണ് എൻ്റെ ഇടയൻ. നല്ല ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാ. അബ്രാഹത്തിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, അത്യുന്നതനാണ് എൻ്റെ നല്ല ഇടയൻ. കേട്ടുണ്ടോ? നല്ല പാട്ടായിട്ട് എനിക്കിത് വലിയ ഇഷ്ടമായി ഈ അടുത്ത കാലത്ത്. അബ്രാഹത്തിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, അത്യുന്നതനാണ് എൻ്റെ നല്ല ഇടയൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതനാണല്ലോ നല്ല ഇടയൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല, അത്യുന്നതനാണല്ലോ നല്ല ഇടയൻ. ഇടറുകില്ല, ഞാൻ തളരുകില്ല, സർവശക്തനാണല്ലോ നല്ല ഇടയൻ. ഇടറുകില്ല, ഞാൻ തളരുകില്ല, സർവശക്തനാണല്ലോ നല്ല ഇടയൻ. അബ്രാഹത്തിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, ഇസഹാക്കിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, യാക്കോബിൻ ദൈവമാണ് എൻ്റെ ഇടയൻ, അത്യുന്നതനാണല്ലോ നല്ല ഇടയൻ. എന്തതിൻ്റെ അർത്ഥമെന്ന് അച്ഛൻ ഈ വചനവേദിയിൽ ആദ്യ ഭാഗത്ത് പറയാൻ ആഗ്രഹിക്കുക. പ്രിയപ്പെട്ട അച്ഛൻ അനുസരണത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഇതിപ്പോ പറയാന്ന് വിചാരിച്ചത് കേട്ടോ. ഇന്നലെ നിങ്ങളോട് അച്ഛൻ പറഞ്ഞെന്ന് കേട്ടു. അബ്രാഹത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഇന്നലെ അബ്രാഹത്തിന്റെ കുറെ ഗുണഗണങ്ങളെ കുറിച്ച് പ്രിയപ്പെട്ട അച്ഛൻ നിങ്ങളോട് സംസാരിച്ചെന്ന് ഞാൻ കേട്ടു. അബ്രാഹത്തിന്റെ ദൈവമാണ് ഞാൻ എന്ന് കർത്താവ് പറയുമ്പോ നമ്മുടെ ജീവിതത്തിന് ആ പദപ്രയോഗത്തിനുള്ള അർത്ഥഭംഗി എന്താണെന്നാണ് അച്ഛന് പറയാനിഷ്ടം. എന്റെ ദൈവം അബ്രാഹത്തിന്റെ ദൈവമാണ്. ഈ പ്രാർത്ഥന അച്ഛൻ ആവർത്തിക്കുമ്പോ എന്റെ മനസ്സിൽ കടന്നു വരുന്ന ചിന്ത ഒന്ന് മാത്രമേ ഉള്ളൂ: ഹൂ ഈസ് ദ ഗോഡ് ഓഫ് എബ്രഹാം. അതിന്റെ അർത്ഥം മറ്റൊന്നുമല്ല, ഹീസ് ദ വൺ ഹു ബ്ലെസ് ദോസ് ഹു ഒബേ. അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ പേരാണ് അബ്രാഹത്തിന്റെ ദൈവം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് പറ മക്കളെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒബേ, അവർക്ക് പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന കർത്താവ്. ഇഫ് യു ഒബേ യു വിൽ ബി ബ്ലെസ്ഡ്. നീ അനുസരിച്ചാൽ മാത്രം മതി. ഈ അനുസരണം എന്ന് പറയുന്നത് നമ്മുടെ അനുദിന ജീവിതത്തിൽ അത്രമേൽ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമുക്കൊക്കെ അറിയാം. നമ്മളുടെ പ്രിയപ്പെട്ടവര് നമ്മളെ സ്നേഹിക്കണുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ മനസ്സിലാക്കണത് ഈ ഒരു വകുപ്പിലാ, അല്ലേ? ഒരാൾക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ എപ്പോഴറിയാ? കൊച്ചുകുട്ടിയായാലും വളരെ മുതിർന്ന ആളായാലും ഞാൻ പരിശോധിക്കുന്നത് ഈ ഒരു മാനദണ്ഡം വെച്ചാ. ഞാൻ പറയണത് അവൻ കേൾക്കണുണ്ടാ എങ്കിൽ അവൻ എന്നോട് ഇഷ്ടമാണ്, സ്നേഹമാണ്. അത് ബഹുമാനത്തിൽ പൊതിഞ്ഞതോ പ്രണയം കൊണ്ട് നിറഞ്ഞതോ എന്തോ ആവട്ടെ, സ്നേഹമാണ്. വെഡിങ് ആനിവേഴ്സറിയാണ് തോമസ് ഊട്ടിയുടെ വെഡിങ് ആനിവേഴ്സറി. ത്രേസ്യാക്കുട്ടീനെ വിളിച്ചിട്ട് തോമസ് ഊട്ടി പറയും, മോളെ ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ, സിനിമയ്ക്ക് പോവാ. അറബിയും ഒട്ടകവും പിന്നെ മാധവൻ നായരും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടു, പിള്ളേരെയും കൊണ്ടുപോയതാ. നമുക്ക് സിനിമയ്ക്ക് പോവാ. തോമസ് ഊട്ടി ത്രേസ്യാക്കുട്ടിയോട് പറഞ്ഞു. സന്തോഷായി. അവള് ചിരിക്കണേന്റെ ഇടയ്ക്ക് തോമസ് ഊട്ടി പറഞ്ഞു, എടി ഇന്ന് പോകുമ്പോ നീ ആ പച്ചസാരി ഉടുക്കിട്ടാ, എനിക്ക് ഇഷ്ടം അതാണ്. ആ നോക്കട്ടെ എന്ന് ത്രേസ്യാക്കുട്ടി പറഞ്ഞു. തോമസ് ഊട്ടി കാറിൽ കയറി. ത്രേസ്യാക്കുട്ടി വരണേക്ക് മുമ്പ് കാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് AC ഒക്കെ ഓക്കെ ആക്കി
വെഡിങ് ആനിവേഴ്സറി ആണല്ലോ, പാവം വരുമ്പോഴേക്കും ഇരുന്നോട്ടെ, അവളിരിക്കണ കസേരയിലുള്ള പൊടിയൊക്കെ തട്ടിക്കളഞ്ഞ് അങ്ങനെ ഒരു ചെറിയ മൂളിപ്പാട്ടൊക്കെ പാടി ചെകുത്താൻ കയറിയ വീട് എന്നുള്ള പാട്ടൊക്കെ ഉണ്ടല്ലോ, ഒരു പാട്ടൊക്കെ പാടി തോമസ് കുട്ടി ഇങ്ങനെ ഇരിക്കുക. അപ്പോഴുണ്ട് ത്രേസ്യാക്കുട്ടി വരണേ. പച്ച സാരി ഉടുക്കാനായി ദുഷ്ടയോട് പറഞ്ഞേക്കണേ, ഇവള് മഞ്ഞ ഉടുത്തോണ്ട വരണേ. കാറ് പതുക്കെ ഓഫാക്കിയിട്ട് തോമസ് കുട്ടി പറയും, എന്താണാവോ ത്രേസ്യാക്കുട്ടിയെ, കാറിന് എന്തോ കംപ്ലൈന്റ് ഉണ്ട്, നമുക്ക് നാളെ പോവാ. സിനിമ മാറും, അറബി ഉണ്ടാവില്ല, ഒട്ടകവും ഉണ്ടാവില്ല, കോഴി പോലും ഉണ്ടാവില്ല. അതോടുകൂടെ സിനിമ എന്നുള്ള പരിപാടി മാറ്റി. കാരണം തോമസ് കുട്ടിക്ക് മനസ്സിലായി ഇവൾക്ക് സ്നേഹമില്ല, ഈ മൂദേവിനെയും കൊണ്ട് എന്ത് കാര്യം വരുത്താനാ സിനിമയ്ക്ക് വേണേ. വെഡിങ് ആനിവേഴ്സറി അങ്ങനെ ഒരു ഡെത്ത് ആനിവേഴ്സറി ആയിട്ട് മാറുകയാണ്. പിന്നെ പ്രശ്നമായി. അനുസരണം വളരെ പ്രധാനപ്പെട്ടതാ, വളരെ പ്രധാനപ്പെട്ടതാ. നമ്മുടെ കൊച്ചുമക്കളോട് നമ്മൾ എപ്പോഴും പറയില്ലേ, നിനക്ക് എന്നോടൊരു സ്നേഹമില്ല, കാരണം നീ ഞാൻ പറയണത് കേൾക്കണില്ല, അനുസരിക്കണില്ല. കേൾക്കല് പോലും അനുസരണമാണെന്നാണ് നമ്മുടെ പദപ്രയോഗങ്ങൾ പോലും സൂചിപ്പിക്കുന്നത്. ചുമ്മാ കേൾക്കുക, അങ്ങനെയാ കാരണവന്മാര് പറയാ. നീ അനുസരിക്കണില്ല എന്നൊന്നും അല്ല പറയാ, നീ കേൾക്കണില്ല എന്ന് പറയാ. കേൾക്കുക എന്ന് പറയുന്ന കർമ്മം പോലും അനുസരണത്തിന്റെ ഭാഗമാണ്. ഇഫ് യു ഒബേ യു വിൽ ബി ബ്ലെസ്ഡ്. അബ്രാഹം അങ്ങേയറ്റം അനുസരിച്ച ഒരു മനുഷ്യനാണ്, അങ്ങേയറ്റം. അബ്രാഹത്തോട് ദൈവം ചോദിച്ചു, നിനക്ക് ഏറ്റവും ഇഷ്ടാര്യ? അബ്രാഹം പറഞ്ഞു, നീ എനിക്ക് 100ാമത്തെ വയസ്സിൽ തന്ന ചക്കര കൊടത്തിനെയാണ് എനിക്കിഷ്ടം. സത്യം സത്യം. അന്ന് അബ്രാം അതിനിങ്ങോട്ട് വെക്കി, അതിനെ നീ ഇങ്ങോട്ട് വെക്കി. അബ്രാഹം അനുസരണത്തിന്റെ എത്ര വലിയ മാതൃകയാണെന്നറിയോ? ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 1-ാം വചനം ദൈവം അബ്രാഹത്തിനോട് പറയുന്നുണ്ട്, അബ്രാം, നീ നിന്റെ ദേശത്തെയും പിതൃഭവനത്തെയും സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഒക്കെ വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവണം. അബ്രാഹം കൃത്യമായിട്ട് അനുസരിച്ചു. അവന്റെ അനുസരണമാണ് അവന്റെ വിശ്വാസത്തിന്റെ പ്രകടനമായി പൗലോസ് അപ്പോസ്തലൻ മുതല് സകലമാന വിശ്വാസികളും മനസ്സിലാക്കുക, അവൻ അനുസരിച്ചു എന്നുള്ളതാണ് അവന്റെ സ്നേഹത്തിന്റെയും ആഴമുള്ള പ്രതിബദ്ധതയുടെയും നിഷ്കളങ്കമായ വിധേയത്വത്തിന്റെയും അടയാളം. അവൻ അനുസരിച്ചു. എന്ത് വന്നാലും ദൈവ തിരുമനസ്സിന് അവൻ കീഴ്പ്പെട്ടു. അവൻ അനുസരിച്ചതുകൊണ്ട് ദൈവം പറഞ്ഞു, ഇവന്റെ ദൈവമാണ് ഞാൻ, അബ്രാഹത്തിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ അച്ഛൻ ഈ അടുത്ത കാലത്ത് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള സത്യതാണ്. അനുസരിക്കുന്നവനെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ പേരാണ് അബ്രാഹത്തിന്റെ ദൈവം. ആരൊക്കെ അനുസരിച്ചോ അവർക്കൊക്കെ കർത്താവ് കൊടുത്തു. സുവിശേഷത്തിലെ മറിയം ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച വിശുദ്ധ നാട്ടിൽ പോയി. ഇടയ്ക്കിടയ്ക്ക് പോവാറുണ്ട്. ഈ തവണ പോയപ്പോ കൂടെ നടന്ന ഗൈഡ് ഒരു മൊട്ടത്തലയൻ, അയാൾ പറഞ്ഞു, അച്ഛാ ഇതാണ് മറിയത്തിന്റെ കിണർ, അങ്ങനെയാണ് ഇത് അറിയപ്പെടുന്നത്. ഞാൻ ചോദിച്ചു, ഇവിടെ എന്നാ പറ്റി? ഇവിടെ